അക്ഷയമായ ഐശ്വര്യം ജീവിതത്തിൽ നിറയാൻ ഇതാ ഒരു അക്ഷയ തൃതീയ കൂടി വന്നെത്തിയിരിക്കുന്നു. എന്താണ് ഈ ദിനത്തിൻ്റെ പ്രത്യേകത? വീട്ടിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അക്ഷയ എന്നാൽ ഒരിക്കലും കുറയാത്തത് എന്നാണ് അർത്ഥം. മഹാവിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരമായ പരശുരാമൻ്റെ ജന്മദിനമാണ്. കൂടാതെ സൂര്യദേവൻ പാണ്ഡവർക്ക് അക്ഷയപാത്രം നൽകിയതും ദരിദ്രനായ കുചേലൻ അവിലുമായി ഭഗവാൻ കൃഷ്ണനെ കാണാൻ എത്തിയതും ഇതേ ദിനത്തിലാണ്. ഈ ഐതിഹ്യങ്ങളെക്കുറിച്ച് വിശദമായി നമ്മൾ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ അറിയാൻ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അക്ഷയ തൃതീയ ദിവസം വീട്ടിൽ ഐശ്വര്യം നിറയാൻ ചെയ്യാവുന്ന ലളിതമായ പൂജകളും ആചാരങ്ങളും എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അക്ഷയ തൃതീയ ദിവസം സൂര്യോദയത്തിന് മുൻപ് എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയാകുക. വീടും പൂജാമുറിയും വൃത്തിയാക്കി നിലവിളക്ക് കൊളുത്തുക. പിന്നീട് മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും ഒരുമിച്ച് ആരാധിക്കുന്നതാണ് ഏറ്റവും ഉചിതം. മഹാലക്ഷ്മിയുടെയും വിഷ്ണു ഭഗവാന്റെയും ചിത്രത്തിന് മുന്നിൽ നെയ്വിളക്ക് തെളിക്കുക. വിഗ്രഹത്തിലോ ഫോട്ടോയിലോ തുളസിയില, മഞ്ഞപ്പൂക്കൾ എന്നിവ അർപ്പിക്കുക. ഓം നമോ നാരായണായ, ഓം മഹാലക്ഷ്മിയെ നമഃ എന്നീ മന്ത്രങ്ങൾ ജപിക്കുക. വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് അതീവ പുണ്യകരമാണ്. കനകധാര സ്തോത്രവും അഷ്ടലക്ഷ്മി സ്തോത്രവും ജപിക്കുന്നത് അതീവ വിശേഷമാണ്. പുതിയതായി വാങ്ങിയ സ്വർണമോ അല്ലെങ്കിൽ വീട്ടിലുള്ള സ്വർണ്ണാഭരണമോ വൃത്തിയുള്ള തുണിയിൽ വെച്ച് പൂജാമുറിയിൽ വയ്ക്കുക. ഇതിനോടൊപ്പം കുറച്ച് നാണയങ്ങളും അത് ലക്ഷ്മി ദേവിയുടെ പ്രതീകമായി വെച്ച് പൂജിക്കുന്നത് സമ്പത്ത് വർദ്ധിക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. സ്വർണം വാങ്ങാൻ സാധിക്കാത്തവർ ഒരു പിടി ഉപ്പോ അല്ലെങ്കിൽ കുറച്ച് മഞ്ഞളോ വാങ്ങി വീട്ടിൽ വയ്ക്കുന്നത് ഐശ്വര്യം നൽകും. ഭഗവാന് പായസമോ ലഡുവോ അല്ലെങ്കിൽ പഴങ്ങളോ നിവേദ്യമായി സമർപ്പിക്കാം. കുചേലൻ്റെ കഥയുമായി ബന്ധമുള്ളതിനാൽ അവിൽ നിവേദ്യമായി നൽകുന്നത് വിഷ്ണു ഭഗവാന് വളരെ പ്രിയപ്പെട്ടതാണ്. അക്ഷയ തൃതീയ എന്നാൽ സ്വർണം വാങ്ങാനുള്ള ഒരു ദിവസം മാത്രമല്ല, കൈവശമുള്ള സമ്പത്തിനേക്കാൾ മറ്റുള്ളവർക്ക് നൽകുന്ന പുണ്യത്തിനാണ് ഈ ദിവസം പ്രാധാന്യം. സ്വർണം വാങ്ങുന്നതിനേക്കാൾ പുണ്യം വിശക്കുന്നവന് അന്നം നൽകുന്നതിലാണ്. ഈ ദിനത്തിൽ നിങ്ങൾ നൽകുന്ന ഒരു നേരത്തെ ആഹാരമോ വസ്ത്രമോ അക്ഷയമായ അനുഗ്രഹമായി നിങ്ങളിലേക്ക് തന്നെ തിരികെ എത്തും. വേനൽക്കാലമായതിനാൽ വഴിപ്പോക്കർക്ക് കുടിവെള്ളമോ പാനകമോ നൽകുക. വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുക. വസ്ത്രം, കുട, വിശറി എന്നിവ ദാനം ചെയ്യുന്നത് വീട്ടിൽ ഐശ്വര്യം കൊണ്ടുവരും. സന്ധ്യാനേരത്ത് സമാധാനത്തോടെ നിലവിളക്ക് കൊളുത്തി മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുക. മനസ്സ് ശാന്തമായിരിക്കാൻ ശ്രദ്ധിക്കൂ. ഈ ദിവസം മനസ്സിൽ ദേഷ്യമോ അസൂയയോ ഇല്ലാതെ സമാധാനത്തോടെയും ഭക്തിയോടെയും ഇരിക്കാൻ ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ ലളിതമായി നടത്തുന്ന പൂജകൾ പോലും വലിയ ഫലം നൽകുമെന്നാണ് വിശ്വാസം. വിശ്വാസത്തോടെയും ഭക്തിയോടെയും ഈ ദിനം ആഘോഷിക്കൂ. അഷ്ടലക്ഷ്മിമാരുടെ അനുഗ്രഹം എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. ഏവർക്കും ഹൃദയം നിറഞ്ഞ അക്ഷയ തൃതീയ ആശംസകൾ.